ഇത് ഒക്ടഗൺ ലോഡ്ജിലെ എൻ്റെ കോട്ടേജ്. നേരം വൈകുന്നേരം 6 മണിയാവുന്നതേയുള്ളൂ. ടാൻസാനിയയിലെ കരാട്ടു ഗ്രാമത്തിലുള്ള ചെറിയൊരു ടൂറിസ്റ്റ് ലോഡ്ജാണ് ഒക്ടഗൺ. ഇത്തരത്തിലുള്ള ധാരാളം സഫാരി ലോഡ്ജുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്. നാഷണൽ പാർക്കുകളോട് ചേർന്നോ അവിടേക്കുള്ള റൂട്ടിലോ ആണ് ചെറുഗ്രാമങ്ങളിൽ ഇത്തരം ടൂറിസ്റ്റ് ലോഡ്ജുകൾ പ്രവർത്തിക്കുന്നത്. പകൽ നേരത്ത് നാഷണൽ പാർക്കുകളിലും കൺസർവേഷൻ ഏരിയകളിലുമുള്ള ദീർഘയാത്രയ്ക്ക് ശേഷം സഞ്ചാരികൾ സന്ധ്യയോടെ ഇവിടെ എത്തുന്നു. ഒന്ന് കുളിച്ച് ഫ്രഷായി ബാറിലോ റെസ്റ്റോറൻറ്റിലോ സായന്തനം ചെലവഴിക്കുന്നു. ടാൻസാനിയയിൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ സഫാരി ലോഡ്ജുകളുണ്ട്. കാട്ടുകല്ലുകൊണ്ട് പടുത്ത തെല്ലൊരു പ്രാകൃതാവസ്ഥയിലുള്ള കോട്ടേജുകളും ഇവിടെയുണ്ട്. മരവീടുകളും പുല്ലുമേഞ്ഞ നെടുമ്പുരകളുമെല്ലാം ഉണ്ടാവും ഇത്തരം ലോഡ്ജുകളിൽ. കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും റിസോർട്ടുകൾ എന്ന പരമ്പരാഗത സങ്കല്പത്തിൽ നിന്ന് വിട്ട് പ്രകൃതിയോടിണങ്ങുന്ന ആളുകൾക്ക് വ്യത്യസ്തമായ അനുഭവം നൽകുന്ന ഇത്തരം ടൂറിസം സങ്കല്പങ്ങൾ വരേണ്ടതാണ്. ആഫ്രിക്കക്കാർക്ക് ഇത്തരം ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്തിയത് സായിപ്പ് തന്നെയാണ്. വിശാലമായ ഒരു തൊടിയാണ് ഒക്ടഗൺ ലോഡ്ജിൻ്റേത്. അവിടെ പുല്ലുമേഞ്ഞ പുരകൾ കാണാം. അത് പലതും ബാറുകളോ റെസ്റ്റോറൻറ്റുകളോ ആയിരിക്കും. ലോഡ്ജിലെ റെസ്റ്റോറൻ്റാണിത്. പക്ഷേ ഇപ്പോഴത് സജീവമായിട്ടുണ്ടാവില്ല. 7 മണിയാവുമ്പോഴേ റെസ്റ്റോറൻറ്റിൽ ലോഡ്ജിലെ താമസക്കാർക്കുള്ള ഭക്ഷണം റെഡിയാവൂ. ഞാൻ റെസ്റ്റോറൻറ്റിലൊന്ന് കയറി നോക്കിയെങ്കിലും അവിടം ശൂന്യമായിരുന്നു. അല്പം നേരത്തെ ലോഡ്ജിലെത്തിയിരിക്കുന്നു. രാത്രി വരെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇത് ലോഡ്ജിലെ ബാറാണ്. ഇവിടെയും സന്ദർശകരെ ഒന്നും കാണുന്നില്ല. പക്ഷേ ബാറിലൊരു ടെലിവിഷനുണ്ട്. ഈ ലോഡ്ജിൽ ആകെയുള്ള ടെലിവിഷൻ ബാറിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. റെസ്റ്റോറൻറ്റിലോ കോട്ടേജുകളിലോ ഒന്നും ടെലിവിഷനില്ല. TV ന്യൂസും കണ്ട് സന്ധ്യ മയങ്ങും വരെ ഇവിടെ ഇരിക്കുക തന്നെ. ഇപ്പോൾ നേരം 7 മണിയായിരിക്കുന്നു. ഇരുൾ പരന്നു കഴിഞ്ഞു. ലോഡ്ജിലെ ലൈറ്റുകൾ തെളിഞ്ഞു കഴിഞ്ഞു. നല്ല തണുപ്പുമുണ്ട്. ഇനി റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലാം. പക്ഷേ അവിടെ ഇപ്പോഴും ആളുകളെയൊന്നും കാണുന്നില്ല. മറ്റു കോട്ടേജുകളിലെ താമസക്കാരോ ഇവിടുത്തെ ജീവനക്കാരോ പോലുമില്ല. രസകരമായ ഒരു റെസ്റ്റോറൻറ്റ്. പുല്ലുമേഞ്ഞ കെട്ടിടമാണ്. ആഫ്രിക്കൻ ജീവിതത്തിൻ്റെ ചിഹ്നങ്ങൾ ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നീളൻ ഹാൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. അടുക്കളയിൽ നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ ഏതായാലും വരാന്തയിലെ ഒരു കസേരയിൽ സ്ഥാനം പിടിച്ചു. ചുമരിൽ ടാൻസാനിയയുടെ തനതു ജീവിത നേർചിത്രങ്ങൾ. മേൽക്കൂര ഒരുതരം വാഴപ്പോള കൊണ്ടാണ് മേഞ്ഞിരിക്കുന്നത്. ഇത്തരമൊരു സംവിധാനം ഞാൻ ആദ്യമായി കാണുകയാണ്. വേറെയും 1-2 താമസക്കാർ കൂടിയെത്തി. ഭക്ഷണ സമയമായിരിക്കുന്നു. ആദ്യം വിളമ്പിയത് സൂപ്പാണ്. തണുത്തു വിറച്ചിരിക്കുന്ന നേരത്ത് ആവി പറക്കുന്ന സൂപ്പ് പകർന്ന ആശ്വാസം ചെറുതല്ല. സൂപ്പ് ആസ്വദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മറ്റു ഭക്ഷണവുമെത്തി. വൈകുന്നേരങ്ങളിൽ വളരെ ലളിതമായ ഭക്ഷണമാണ് ഞാൻ കഴിക്കാറുള്ളത്. 1 സ്പൂൺ ചോറിലും പയറുകറിയിലും അല്പം പഴങ്ങളിലും അത്താഴം ഒതുങ്ങി. പിറ്റേന്ന് രാവിലെ കുളിച്ചൊരുങ്ങി 7 മണിയായപ്പോഴേക്കും തന്നെ ഞാൻ 4-ാം നമ്പർ കോട്ടേജിൽ നിന്നും പുറത്തിറങ്ങി. ലോഡ്ജിലെ മറ്റു താമസക്കാർ ആരെയും പുറത്ത് കാണുന്നില്ല. അവരൊന്നും കിടക്ക വിട്ട് എണീറ്റിട്ടുണ്ടാവില്ല. ഞാൻ നേരത്തെ തന്നെ ഒരുങ്ങിയിറങ്ങാൻ കാരണമുണ്ട്. ഇന്നാദ്യം ഗൊറൊങ്കൊറോ കൺസർവേഷൻ ഏരിയയിലേക്ക് പോകണം. കരാട്ടുവിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ പോകാനുണ്ട് അവിടേക്ക്. രാവിലെ 7 മണിക്ക് റെസ്റ്റോറൻറ്റിൽ കാണാമെന്നാണ് എൻ്റെ ഡ്രൈവർ റെമി ഇന്നലെ പറഞ്ഞിരുന്നത്. ക്യാമറ ബാറ്ററികളെല്ലാം ചാർജ് ചെയ്ത് റെഡിയാക്കിയാണ് കോട്ടേജിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നത്. ഈ ലോഡ്ജിലേക്ക് ഇനി വരുന്നില്ല. റെസ്റ്റോറൻറ്റിൽ റെമി കാത്തിരിപ്പുണ്ടായിരുന്നു. നമുക്ക് വരാന്തയിലിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ധാരാളം പക്ഷികൾ ഈ ലോഡ്ജിൻ്റെ പരിസരത്തുണ്ട്. അവയുടെ കൂജനം കേട്ടുകൊണ്ടിരിക്കാം. ജീവനക്കാരൻ ആചാരപരമായി തന്നെ നൈഫും ഫോർക്കുമെല്ലാം കൊണ്ടുവന്നു വച്ചു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവുന്നതേയുള്ളൂ.
ബുഫയാണ് ഇവിടുത്തെ പതിവ്. എങ്കിലും നേരത്തെ പോകേണ്ടവർക്ക് വിഭവങ്ങൾ മേശയിൽ എത്തിച്ചു തരികയും ചെയ്യും. റെമി തനിക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയെന്ന് പറഞ്ഞു. ഞാൻ എനിക്കുള്ളതും. വൈകാതെ വിഭവങ്ങളെത്തി. മൊരിച്ച ബ്രെഡ്, പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്, ഫ്രൈഡ് എഗ്, അല്പം പഴങ്ങൾ. ഞങ്ങളിരിക്കുന്ന വരാന്തയോട് ചേർന്നുള്ള മരക്കമ്പുകളിൽ ഞാൻ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരം കിളികൾ ഉയലാടുന്നു. ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോഴും റെമി വാട്സാപ്പിന്റെ വലയത്തിലാണ്. താക്കോൽ തിരികെ ഏൽപ്പിച്ച് വാഹനത്തിലേക്ക് നടന്നു. ലോഡ്ജിലെ ജീവനക്കാരൻ എനിക്കും റെമിക്കുമുള്ള ഉച്ചഭക്ഷണമാണ് ഈ കൊണ്ടുപോകുന്നത്. ഇത്തരം ലോഡ്ജുകളിലെ ബിൽ തുകയിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നിവയുടെ തുക കൂടി ഉൾപ്പെടുന്നുണ്ട്. താമസക്കാർ രാവിലെ പുറപ്പെടുകയാണെങ്കിൽ ഉച്ചഭക്ഷണം കൂടി ഇവർ പാക്ക് ചെയ്തു തരും. ഇന്നും ഞങ്ങളൊരു ഗെയിം ഡ്രൈവിന് തന്നെയാണ് പോകുന്നത്. ആഫ്രിക്കയിൽ വന്യമൃഗ സങ്കേതങ്ങളിലൂടെ ഇത്തരം സഫാരി വാഹനങ്ങളിലുള്ള യാത്രയാണ് ഗെയിം ഡ്രൈവ്. മൃഗങ്ങളെ കാണാൻ അവയുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് വാഹനങ്ങളിൽ പോകുന്നു. ടാൻസാനിയയുടെ ഒരു ഉൾനാട്ടിലെ ഗ്രാമീണ പാതയാണിത്. ഇന്നലെ വന്ന വഴിയിലൂടെയല്ല ഇന്ന് മെയിൻ റോഡിലേക്ക് പോകുന്നത്. ടാൻസാനിയയുടെ തനി നാടൻ കാഴ്ചകൾ പ്രേക്ഷകരെ കാണിക്കുന്നതിനാണ് ഇന്ന് ഞാൻ ഇതിലെ വണ്ടി വിടാൻ പറഞ്ഞത്. ഒരു ചമയവും എടുത്തണിഞ്ഞിട്ടില്ലാത്ത ഉൾനാട്. തനി ഗ്രാമക്കാഴ്ചകളാണെങ്കിലും തനി ഗ്രാമീണർ വസിക്കുന്ന വീടുകളാണിത്. അവരുടെ കൃഷിയിടങ്ങളാണ് ഇക്കാണുന്നത്. ചോളവും ബീൻസും വിളവെടുത്തു കഴിഞ്ഞ പറമ്പുകൾ. വേനലിൽ വരണ്ടുണങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ മണ്ണ്. വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാനുള്ള ഷെഡുകൾ കൃഷിയിടങ്ങൾക്ക് നടുവിലുണ്ട്. കരാട്ടുവിന്റെ ഗ്രാമപാതയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടുത്തെ തനതു ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു ഞാൻ. മറ്റു പല ആഫ്രിക്കൻ ഗ്രാമങ്ങളെയും അപേക്ഷിച്ച് സമാധാനപരമായ ജീവിതം പുലരുന്ന ഗ്രാമങ്ങളാണ് ടാൻസാനിയയിലുള്ളത്. ഈ രാജ്യത്തെ 76% ജനങ്ങളും ഗ്രാമീണ മേഖലയിൽ വസിക്കുന്നവരും കൃഷി ഉപജീവനമാർഗമാക്കിയവരുമാണ്. കാര്യമായ ജലസേചന സൗകര്യങ്ങളൊന്നും ഗ്രാമങ്ങളിലില്ല. അതുകൊണ്ട് തന്നെ മഴയെ ആശ്രയിച്ചാണ് ഇവരുടെ കൃഷി. ഗോത്രവൈവിധ്യത്തിന്റെ കാര്യത്തിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് ടാൻസാനിയ. 125 ഗോത്രവിഭാഗങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു പല ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും പോലെ വംശാധിപത്യത്തിനായുള്ള കലാപങ്ങളും കൂട്ടക്കൊലകളും ഇവിടെ ഉണ്ടാവുന്നില്ല. ഗ്രാമം പിന്നിട്ട് ഞങ്ങൾ ഹൈവേയിലേക്ക് വന്ന് കയറി. ഗൊറൻഗൊറോ കൺസർവേഷൻ ഏരിയയിലേക്ക് പോകുന്ന ഹൈവേയാണിത്. ഗൊറൻഗൊറോ ക്രേറ്റർ ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ പ്രകൃതി അത്ഭുതമാണ്. 3 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് സ്ഫോടനമുണ്ടായ ഒരു അഗ്നിപർവ്വതത്തിന്റെ മുഖമാണ് ഗൊറൻഗൊറോ ക്രേറ്റർ. അവിടെ ഒരു വനം രൂപപ്പെട്ട് വന്യജീവികളുടെ വലിയൊരു കേന്ദ്രമായി മാറിയിരിക്കുന്നു. ചെറിയ തൊടികളിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളുള്ള പ്രദേശങ്ങൾ. നല്ല ഹൈവേ. ഇത് നേരെ ഗൊറൻഗൊറോ കൺസർവേഷൻ ഏരിയയും പിന്നിട്ട് സെറംഗെറ്റി നാഷണൽ പാർക്ക് വരെ എത്തുന്നതാണ്. ടാൻസാനിയയുടെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് പോകുന്ന പ്രധാന പാത. കുറെ കൂടി കഴിയുമ്പോൾ ഈ ഹൈവേ വെറും ഒരു മൺപാതയായി മാറും. ഭരണപരമായും വംശീയമായും സമാധാനം നിലനിൽക്കുന്നുണ്ടെങ്കിലും ടാൻസാനിയ നേരിടുന്ന വലിയ പ്രശ്നം ദാരിദ്ര്യമാണ്. രാജ്യത്തെ ജനങ്ങളിൽ 68% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്നാണ് കണക്കുകൾ. പോഷകാഹാരക്കുറവ് മൂലമുള്ള ശിശുമരണങ്ങൾ ഇവിടെ സാധാരണമാണ്. കാർഷിക രംഗത്ത് നൂതന രീതികൾ നടപ്പാക്കാത്തതും ജലസേചന സൗകര്യങ്ങളുടെ അപര്യാപ്തതയുമാണ് ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം. കൃഷി ചെയ്യാൻ തയ്യാറുള്ളവരും പരമ്പരാഗതമായി കൃഷിക്കാരായുള്ളവരുമാണ് ഇവിടെയുള്ളതെങ്കിലും അവർക്ക് ഫലപ്രദമായ രീതിയിൽ കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഇവിടെയില്ല. എയ്ഡ്സ് രോഗമാണ് ടാൻസാനിയ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. രാജ്യത്തെ 15-നും 49-നും ഇടയ്ക്ക് പ്രായമുള്ളവരിൽ 5% അധികവും HIV ബാധിതരാണെന്നാണ് കണക്ക്. 15 വയസ്സിനു മേൽ പ്രായമുള്ളവരിൽ 67%-നും സാക്ഷരതയുള്ള നാടാണ് ടാൻസാനിയ. 15 വയസ്സുവരെ ഇവിടെ നിർബന്ധിത വിദ്യാഭ്യാസമാണ്.
ടൂറിസ്റ്റുകളുമായി സഫാരി വാഹനങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുന്നു. കുറച്ചു കഴിയുമ്പോഴേക്കും സ്വർണ്ണ നിറമുള്ള കുന്നുകൾ കണ്ടു തുടങ്ങുന്നു. കൊയ്ത്തു കഴിഞ്ഞ ഗോതമ്പ് പാടങ്ങളാണിത്. നമ്മുടെ നാട്ടിലെ പോലെ വരമ്പ് തിരിച്ചോ കൃത്യമായ അളവിലോ ഒന്നുമല്ല പാടങ്ങൾ. കൃഷിയിടങ്ങൾ കുന്നുകളും ചെരുവുകളും താഴ്വരകളുമായി കിടക്കുന്നു. അങ്ങിങ്ങ് വൃക്ഷങ്ങളൊക്കെ വളർന്നു നിൽപ്പുണ്ടാവും. അതിനിടയിലൂടെ ഇവർ ഗോതമ്പ് വിതയ്ക്കും. അത് നിരപ്പാക്കുകയോ തട്ടുതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഭൂമി എങ്ങനെ കിടക്കുന്നോ അതിനൊരു മാറ്റവും വരുത്താതെ ഗോതമ്പ് കൃഷി ചെയ്യുന്നു. വലിയ കൃഷിയിടങ്ങളിൽ യന്ത്രവൽകൃത കൃഷിയാണ് നടക്കുന്നത്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഗൊറൊങ്കൊറോ കൺസർവേഷൻ ഏരിയയിലേക്കുള്ള എൻട്രൻസ് ഇതാണ്. ഗേറ്റിനു മുന്നിൽ കുറേയേറെ ആളുകളുണ്ട്. വാഹനം ഇവിടെ നിർത്തി ടിക്കറ്റ് എടുക്കുന്നതിനായി റെമി പോയി. എന്റെ പക്കൽ നിന്നും $400 വാങ്ങിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. $400 എന്നാൽ 25,000-ലേറെ രൂപയായല്ലോ. എന്തിനാണ് ഇത്രയും വലിയ തുകയെന്ന് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ. ടാൻസാനിയയിലെ തന്നെ ഏതോ സ്കൂളിൽ നിന്നെത്തിയ കുട്ടികളുമുണ്ട്. അവർ ജാക്കറ്റുകളൊക്കെ അണിഞ്ഞ് ചിട്ടയോടെ നടന്നു നീങ്ങുന്നു. ധാരാളം സഫാരി വാഹനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മേൽക്കൂര ഉയർത്തിവെക്കാവുന്ന വിധം സംവിധാനം ചെയ്ത ലാൻഡ് ക്രൂസർ വാഹനങ്ങളാണ്. അങ്ങനെ നിൽക്കെ ലൗഡ് സ്പീക്കറൊക്കെ വെച്ചുകെട്ടി ഒരു വാഹനം വരുന്നത് കണ്ടു. ഏതോ ഒരു VVIP വരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇത്തരം ജീപ്പുകളാണ് കെനിയയിലും ടാൻസാനിയയിലുമെല്ലാം ഗെയിം ഡ്രൈവിന് ഉപയോഗിക്കുന്നത്. മുകൾ ഭാഗം ഉയർത്തിവെക്കാവുന്ന വിധം രൂപപ്പെടുത്തിയ ലാൻഡ് ക്രൂസർ വാഹനങ്ങൾ. കമ്പനി ഈ വിധം ഇത് നിർമ്മിച്ചിറക്കുന്നതല്ല. ജപ്പാനിൽ നിന്നും മറ്റും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇവിടങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതാണ് പതിവ്. ഇന്നാട്ടിലെ വർക്ക്ഷോപ്പുകളിൽ വെച്ച് ഇതിന് നീളമൊന്നു കൂട്ടും. ഇത്രയും നീളം സാധാരണ ലാൻഡ് ക്രൂസറിനുണ്ടാവാറില്ല. എഞ്ചിനും മുൻഭാഗവും മാത്രമേ ഒറിജിനൽ ലാൻഡ് ക്രൂസറിൻ്റേതുള്ളൂ. പിന്നോട്ടുള്ള ഭാഗം ലോക്കൽ വർക്ക്ഷോപ്പുകാർ നീട്ടിയെടുക്കും. മേൽക്കൂരയാവട്ടെ ഉയർത്തിവെക്കാവുന്ന വിധം രൂപപ്പെടുത്തുകയും ചെയ്യും. ഇതിനുള്ളിൽ ഇരുവശത്തുമായി വിൻഡോ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. 2 നിരയായി 6 വിൻഡോ സീറ്റുകൾ പിന്നിലും മുന്നിൽ ഡ്രൈവറുടെ സമീപം ഒരു സീറ്റും. അങ്ങനെ 7 പേർക്ക് ഇത്തരം വാഹനങ്ങളിൽ കയറി ഗെയിം ഡ്രൈവിന് പോകാം. കാത്തുനിൽക്കെ ടിക്കറ്റുമായി റെമി എത്തി. കവാടം കടന്ന് ഞങ്ങൾ ഗൊറൊങ്കൊറോ കൺസർവേഷൻ ഏരിയയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഇതേവരെ ലോകത്ത് സന്ദർശിച്ചിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എൻട്രൻസ് ടിക്കറ്റിന് ഏറ്റവും കൂടുതൽ പണം നൽകിയത് ഇവിടെയാണ്. ഏതാണ്ട് $390 ഇവിടെ എന്റെ ടിക്കറ്റും വണ്ടിയുടെ എൻട്രൻസ് ഫീസുമായി ഈടാക്കിയത്. അതായത് ഏകദേശം 24,000 രൂപയാണ് ഗൊറൊങ്കൊറോ ക്രേറ്ററിലേക്ക് കയറുന്നതിന് യാത്രികരിൽ നിന്നും ടാൻസാനിയൻ ഗവൺമെന്റ് ഈടാക്കുന്നത്. ഞാനത് ചിന്തിച്ചിരിക്കെ ഹെഡ്ലൈറ്റ് മിന്നിച്ചുകൊണ്ട് വാഹനങ്ങളുടെ ഒരു വ്യൂഹം കടന്നുവരുന്നു. അപ്പോഴാണ് നേരത്തെ കേട്ട അനൗൺസ്മെന്റിന്റെ കഥ റെമി എനിക്ക് പറഞ്ഞു തരുന്നത്. ടാൻസാനിയയുടെ വൈസ് പ്രസിഡന്റ് സാമിയ സുലുഹു ഈ പ്രദേശം സന്ദർശിക്കുന്ന ദിവസമാണിന്ന്. അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പാർട്ടി പ്രവർത്തകരുമെല്ലാമാണ് ഈ വാഹനങ്ങളിൽ കടന്നുപോകുന്നത്. ബഹുകക്ഷി സമ്പ്രദായം നിലനിൽക്കുന്ന രാജ്യമാണ് ടാൻസാനിയ. CCM എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചാമ ച മപുണ്ടുസി പാർട്ടിയാണ് ദീർഘകാലമായി ടാൻസാനിയ ഭരിക്കുന്നത്. പാർട്ടി ഓഫ് ദി റെവല്യൂഷൻ എന്നാണ് ചാമ ച മപുണ്ടുസി എന്ന സ്വാഹിലി നാമത്തിന്റെ ഇംഗ്ലീഷ് ഭാഷാന്തരം. CCM നേതാവ് ജോൺ മഗുഫുലിയാണ് രാജ്യത്തിന്റെ പ്രസിഡന്റ്. സിവിക് യുണൈറ്റഡ് ഫ്രണ്ടാണ് ഈ രാജ്യത്തെ മറ്റൊരു പ്രധാന രാഷ്ട്രീയ കക്ഷി. വൈസ് പ്രസിഡന്റിന്റെ കോൺവോയ് കടന്നുപോയതിനു ശേഷം മാത്രമേ മറ്റു വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. വനത്തിലൂടെയാണ് യാത്ര. നിബിഡ വനം. ഗൊറൊങ്കൊറോ ക്രേറ്ററിനു ചുറ്റും വൃത്താകാരത്തിലുള്ള വരമ്പ് പോലൊരു ഭാഗമുണ്ട്. ആ വരമ്പിന്റെ മുകളിലൂടെയാണ് ഇപ്പോൾ ഞങ്ങളുടെ യാത്ര. ഇനി ക്രേറ്ററിനകത്തേക്കിറങ്ങണം.
വൃത്താകാരത്തിലുള്ള ഒരു മലയെ സങ്കല്പിക്കുക. അതിന്റെ ഒത്ത മധ്യത്തിൽ 600 മീറ്റർ ആഴവും 300 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ഒരു കുഴി. അതാണ് ക്രേറ്റർ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. കുറെ ആളുകൾ വ്യൂ പോയിന്റിൽ നിന്ന് ക്രേറ്ററിലെ കാഴ്ചകൾ കാണുന്നു. താഴെ അതിവിസ്തൃതമായ ഒരു സമതലം, അതിനെ ചുറ്റി നിൽക്കുന്ന ഒരു കൂറ്റൻ വരമ്പ്. മലകളാൽ ചുറ്റപ്പെട്ട ഒരു താഴ്വാരമല്ല ഇത്, പഴയൊരു അഗ്നിപർവ്വതത്തിന്റെ മുഖമാണ്. 30 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സ്ഫോടനത്തിൽ ലാവ ഒഴുകിത്തീർന്ന ഒരിടം. ലോകത്തെ ഏറ്റവും വലിയ അഗ്നിപർവ്വത മുഖമാണിത്. ഇന്നിത് അതിവിശാലമായ ഒരു സമതലം പോലെ കാണപ്പെടുന്നു. ആഫ്രിക്കയിലെ തന്നെ മൃഗവൈവിധ്യത്തിന്റെ ഒരു സവിശേഷ ഭൂവിടമാണ് ഗൊറൊങ്കൊറോ ക്രേറ്റർ. സൂക്ഷിച്ചു നോക്കുമ്പോൾ അവിടെ ആയിരക്കണക്കിന് മൃഗങ്ങളെ കാണുന്നു. മാനും കാട്ടുപോത്തും ആനയും സീബ്രയും വിൽഡ് ബീസ്റ്റുമെല്ലാമുണ്ട് അതിൽ. സിംഹവും ചീറ്റയും കണ്ടാമൃഗവുമെല്ലാം വിഹരിക്കുന്ന ഒരു സമതലം. ഈ മൃഗവൈവിധ്യം തന്നെയാണ് ഗൊറൊങ്കൊറോ ക്രേറ്ററിനെ ഒരു അത്ഭുത ഭൂമികയാക്കുന്നത്. ക്രേറ്ററിലെ സമതലഭാഗം വിശാലമായ പുൽമേടാണ്. എന്നാൽ ചുറ്റുമുള്ള കൂറ്റൻ വരമ്പിനോട് ചേർന്ന ഭാഗത്ത് നിബിഡ വനങ്ങളുമുണ്ട്. ഇതിനുള്ളിലുമുണ്ട് ധാരാളം വന്യമൃഗങ്ങൾ. ക്രേറ്ററിന്റെ ഏതാണ്ട് മധ്യഭാഗത്തിൽ ഉപ്പ് ഉറഞ്ഞുകിടക്കുന്ന തടാകം പോലൊരു ഭാഗമുണ്ട്. അതിനു പുറമെ ധാരാളം നീരുറവുകളും ചതുപ്പുകളുമെല്ലാം ക്രേറ്ററിൽ കാണാം. വരമ്പിന്റെ ഒരു വശത്തെ കാഴ്ചയാണ് കണ്ടതെങ്കിൽ മറ്റൊരു വശത്തെ കാഴ്ച കാണാനാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങളുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്രേറ്ററിന്റെ വരമ്പിൽ നിന്ന് മറുഭാഗത്തേക്കുള്ള കാഴ്ച. ക്രേറ്ററിന്റെ പുറം ഭാഗമാണിത്. ഞങ്ങൾ കടന്നുവന്ന പാതയും അതിന്റെ ഓരത്ത് കണ്ട കൊയ്ത്തുകഴിഞ്ഞ ഗോതമ്പ് പാടവുമെല്ലാം അകലെ കാണാം. അത്രയും ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ആ താഴ്വാരത്തു നിന്നും ഒരു മല കയറിയാണ് ഗൊറൊങ്കൊറോ ക്രേറ്ററിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുന്നത്. താഴ്വാരത്തായിരുന്നു ഈ കൺസർവേഷൻ ഏരിയയിലേക്കുള്ള കവാടം. ക്രേറ്ററിന്റെ വക്കത്തുകൂടി യാത്ര തുടരുകയാണ്. ഇനി ക്രേറ്ററിനകത്തേക്ക് ഇറങ്ങണം. ഈ വരമ്പിൽ നിന്നും 600 മീറ്റർ താഴ്ചയിലാണ് ക്രേറ്ററിലെ സമതലം. ഈ വരമ്പിലൂടെ കുറേ ദൂരം പോകാനുണ്ട് താഴേക്കിറങ്ങാനുള്ള ഭാഗത്തെത്താൻ. ശരിക്കുമൊരു ലോകാത്ഭുതമാണ് ഗൊറൊങ്കൊറോ ക്രേറ്റർ. 3 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് പൊട്ടുകയും ലാവയത്രയും ഒഴുകിത്തീർന്ന ശേഷം തണുത്തുറഞ്ഞു പോവുകയും ചെയ്ത ഒരു അഗ്നിപർവ്വത മുഖം. പിന്നീടത് വൈവിധ്യമാർന്ന മൃഗസമ്പത്തിന്റെ കലവറയായി മാറി. ഏതാണ്ട് 2000 വർഷം മുമ്പാണ് ഗൊറൊങ്കൊറോ ക്രേറ്ററിലേക്ക് മനുഷ്യർ എത്തിയതെന്നാണ് ചരിത്രം. വേട്ടയാടി ജീവിച്ചിരുന്ന ഉംബുലു ഗോത്രജനതയാണ് ആദ്യം അവിടെ താമസം തുടങ്ങിയത്. 1700കളിൽ ദാത്തൂഗ ജനസമൂഹവും ക്രേറ്ററിലേക്കെത്തി. 1800കളിലാണ് മസായികൾ വൻതോതിൽ ഗൊറൊങ്കൊറോ ക്രേറ്ററിലേക്കും പരിസരങ്ങളിലേക്കും കുടിയേറിയെത്തിയത്. അതോടെ മറ്റു ജനസമൂഹങ്ങൾ അവിടെ നിന്നും പിന്മാറി. മസായികൾ അവരെ തുരത്തി ഓടിക്കുക തന്നെയായിരുന്നു. കുറച്ചു കഴിയുന്നതോടെ നിബിഡ വനങ്ങൾ പിന്നിലാവുന്നു. നിരന്ന പുൽമേടുകളാണ് കാഴ്ച. ക്രേറ്ററിന്റെ എതിർവശത്താണ് ഈ പുൽമേടുകൾ. ക്രേറ്ററിന്റെ വരമ്പായി നിൽക്കുന്ന മലകൾ തന്നെയാണിത്. ദൂരെ മൃഗങ്ങളുടെ ഒരു കൂട്ടം നീങ്ങുന്നത് കാണാം. മസായികൾ തെളിച്ചുകൊണ്ടുപോകുന്ന പശുക്കൂട്ടം. സീബ്രകൾ മേയുന്ന പുൽമേട്ടിലൂടെ ചുവന്ന ചേല ചുറ്റിയ 2 മസായികൾ കടന്നുപോകുന്നു. അവരെ പിന്നിട്ട് മൺപാതയിലൂടെ വീണ്ടും യാത്ര തുടരുകയാണ്. ഗൊറൊങ്കൊറോ ക്രേറ്ററിലേക്ക് ഇറങ്ങാനുള്ള പാതയിലേക്കാണ് പോകുന്നത്. വഴിയോരത്ത് മസായികൾ. ഇവിടെ ഇങ്ങനെയൊരു കാഴ്ചയുണ്ട്. 1-2 ജിറാഫുകൾ കുന്നുകയറിപ്പോകുന്നു. വികൃത രൂപവുമായി ജിറാഫ് അങ്ങനെ പോവുകയാണ്. ജിറാഫുകൾ വളരെ വിരളമായി മാത്രമേ ക്രേറ്ററിനകത്തേക്ക് ഇറങ്ങാറുള്ളൂ. ക്രേറ്ററിന് ചുറ്റുമുള്ള ഭാഗത്തും മലമുകളിലുമാണ് ഇവയുടെ വാസം. അതുകൊണ്ട് ജിറാഫിനെ ഇപ്പോൾ ശരിക്കും ക്യാമറയിൽ പകർത്തിക്കൊള്ളാൻ റമി പറഞ്ഞു. ഇത്തരം മൃഗങ്ങളെല്ലാം അവയുടെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ സ്വതന്ത്രരായി വിഹരിക്കുന്നത് കൗതുകകരമായ ഒരു കാഴ്ച തന്നെയാണ്.
ഒരു മൃഗശാലയിൽ വെച്ച് കാഴ്ചകൾ ഷൂട്ട് ചെയ്യുന്നത് പോലെയല്ല ഇത്. നിരവധിയായ വന്യമൃഗങ്ങളെ അവയുടെ സ്വന്തം ആവാസ കേന്ദ്രത്തിൽ ചെന്ന് ക്യാമറയിൽ പകർത്താൻ പോവുകയാണ് ഇനി ഞാൻ. ഇനി ക്രേറ്ററിനകത്തേക്ക് ഇറങ്ങണം. അതിനായി ക്രേറ്ററിനെ ചുറ്റി നിൽക്കുന്ന മലയുടെ മുകളിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു.